അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. തർബിയ മീഡിയയുടെ അറിയാത്തറിവുകൾ എന്ന പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് പള്ളിയെക്കുറിച്ചാണ്. പള്ളി അള്ളാഹുവിൻ്റെ ഭവനമാണ്. ആ അള്ളാഹുവിൻ്റെ ഭവനത്തിന് വലിയ ബഹുമാനം നമ്മൾ കൊടുക്കണം. ഇന്ന് പള്ളി ശബ്ദകോലാഹലങ്ങളെ കൊണ്ട് നിറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, പള്ളികളിൽ ശബ്ദകോലാഹലങ്ങൾ അധികരിക്കുക എന്നുള്ളത് ഖിയാമത്ത് നാളിൻ്റെ അടയാളമായിട്ടാണ് പറഞ്ഞത്. അതിപ്പോൾ നിറഞ്ഞുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. പലപ്പോഴും പള്ളിയിൽ നമ്മൾ പള്ളിയോട് കാണിക്കേണ്ട ആദരവിൽ ഒരുപാട് അറിയാത്ത കാര്യങ്ങളുണ്ട്. അതാണ് ഇന്നത്തെ അറിയാത്ത അറിവുകളിൽ നാം ചർച്ച ചെയ്യുന്നത്. ഇൻഷാ അല്ലാഹ് പള്ളിയിൽ കയറിയാൽ പലപ്പോഴും പല ആളുകളും ഏതെങ്കിലും ഭിത്തിയുടെ ഭാഗത്തേക്കോ തൂണിൻ്റെ ഭാഗത്തേക്കോ പോയി ചാരിയിരിക്കാൻ ശ്രമിക്കാറുണ്ട്. പള്ളിയിൽ ചാരിയിരിക്കാതിരിക്കലാണ് നല്ലത്. അതാണ് പള്ളിയോടുള്ള ആദരവ്, അതാണ് അദബ് എന്ന് മഹത്തുക്കൾ ഫുഖഹാക്കൾ രേഖപ്പെടുത്തിയത് കാണാം. അതുപോലെ തന്നെ കാല് നീട്ടി പള്ളിയിലിരിക്കുന്നതാണ്. ഏത് ഭാഗത്തേക്കാണ്? കിബിലയിലേക്ക് ഒട്ടും നീട്ടിയിരിക്കരുത്, അതൊരു അദബ് കേടല്ല. അതോടൊപ്പം തന്നെ സൈഡിലാണെങ്കിലും മറ്റൊക്കെ ആണെങ്കിലും പ്രായമുള്ളവരൊക്കെ ആണെങ്കിൽ കൂടുതൽ കാല് നീട്ടി ഇങ്ങനെ ഇരിക്കുന്നതാണ്. അത് പള്ളിയോട് കാണിക്കുന്നൊരു അനാദരവാണ്. അപ്പോൾ നല്ല അച്ചടക്കത്തിൽ പള്ളിയിൽ കയറിയിരിക്കണമെന്ന് നമുക്കിതിൽ മനസ്സിലായി. മറ്റൊന്നാണ്, പള്ളിയുടെ നേരെ നമ്മൾ ചെരുപ്പ് ഊരിയിട്ട് പള്ളിയിൽ കയറുമ്പോൾ പള്ളിയുടെ നേരെ ചെരുപ്പ് ഊരിയിടാതെ പള്ളിയുടെ ചെരുപ്പ് കുറച്ച് ചെരിച്ച് ഇടുന്നത് പള്ളിയോടൊരു ആദരവായിട്ടാണ് ഫുഖഹാക്കളൊക്കെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അത്രയും സൂക്ഷ്മാലുക്കളായിരുന്നു മഹത്തുക്കളൊക്കെ. നമ്മൾ പള്ളിയോട് കാണിക്കുന്ന ബഹുമാനങ്ങൾ വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് ഇന്ന് ഈ ഒരു വിഷയം ചർച്ച ചെയ്യുന്നത്. അതുപോലെ തന്നെ പള്ളിയിലൊക്കെ കയറിക്കഴിഞ്ഞാൽ ഞൊട്ടയിടുന്നത്, കൈയൊക്കെ ഇങ്ങനെ കൈ പൊട്ടിക്കുന്നത്, ഞൊട്ടയിടുന്നതൊക്കെ എന്താണ് പള്ളിയിൽ വെച്ചാണ്. അതൊക്കെ ഒഴിവാക്കണം. അതൊന്നും പള്ളിയിൽ ചെയ്യേണ്ട കാര്യങ്ങളല്ല. അതുപോലെ കച്ചവടം പള്ളിയിൽ ചെയ്യാൻ പാടില്ല. പല കച്ചവടങ്ങളും നടക്കുന്നത് പള്ളിയിൽ വെച്ചാണ്. അതൊക്കെ പള്ളിയുടെ വെച്ച് കച്ചവടം നടത്താൻ പാടില്ല, ധർമ്മം ചെയ്യാൻ പാടില്ല എന്നൊക്കെ മഹത്തുക്കൾ പറഞ്ഞത് കാണാം. പള്ളിയിലുള്ളിലുള്ളതായ വിരിപ്പുകൾ, മുസല്ലകൾ, അതൊക്കെ പുറത്തേക്ക് കൊണ്ടുപോയി മറ്റുള്ള ഉപയോഗത്തിന് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഇനി പള്ളി കേന്ദ്രീകരിച്ച് വല്ല ദിക്ർ മജ്‌ലിസോ മറ്റുമൊക്കെ ഉണ്ടെങ്കിൽ പള്ളിയിലെ മുസല്ല എടുക്കുക, പള്ളിയിലെ വിരിപ്പെടുക്കുക, പള്ളിയിലെ ടേബിളിൻ്റെ ഷീറ്റ് എടുക്കുക, അതെടുത്തിട്ട് അല്ലെങ്കിൽ ഈ ടേബിളിൻ്റെ ഷീറ്റാക്കി മുസല്ല വിരിക്കുക, അല്ലെങ്കിൽ പ്രസംഗപീഠത്തിൽ വിരിക്കുക. അതൊന്നും ശരിയല്ല എന്നാണ്. അതൊരു അദബ് കേടായിട്ടാണ് ഫുഖഹാക്കൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അപ്പോൾ അതൊക്കെ നമ്മൾ ശരിക്ക് ശ്രദ്ധിക്കേണ്ടതാണ്. പള്ളിയിൽ നമ്മൾ ഇരിക്കുമ്പോൾ തന്നെ ഒരാൾ എഴുന്നേറ്റ് പോയാൽ ഉടനെ തന്നെ നമ്മൾ അവിടെ കയറിയിരുന്നാൽ അയാൾ ചിലപ്പോൾ മൂത്രമൊഴിക്കാൻ പോയതാവും, അല്ലെങ്കിൽ ഒതുകൊടുക്കാൻ പോയതാണെങ്കിൽ അയാൾ വന്നാൽ അത് മാറിക്കൊടുക്കൽ നിർബന്ധം. അത് അയാളുടെ സ്ഥലമല്ലേ, അയാൾ നേരത്തെ വന്നിരുന്ന സ്ഥലമല്ലേ, അയാൾ ആവശ്യങ്ങൾക്ക് വേണ്ടി പോയതല്ലേ. അതെല്ലാം എങ്കിലും തിരിച്ചു വരൂലല്ലേ, അയാൾ മാറിയിരുന്നതാണെങ്കിൽ അവിടെ നമുക്ക് ഇരിക്കാവുന്നതാണ്. അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ചില പള്ളികളിലൊക്കെ ഉണ്ട്, കുട്ടികൾ നിസ്കരിക്കാൻ ഫ്രണ്ട് സഫിൽ കയറി നിന്നാൽ അവരെ പിടിച്ച് മാറ്റാം. കുട്ടികളെ പള്ളിയിൽ നിന്ന് മാറ്റണം. അവർ നിൽക്കേണ്ട സ്ഥലത്ത് തന്നെ അവർ നിന്നോട്ടെ, അവരെ മാറ്റേണ്ടതില്ല. ഇനി അവരെ കൊണ്ട് ഭയങ്കര പ്രതികേടോ മറ്റുമൊക്കെ ആവുകയാണെങ്കിൽ മാറ്റാമെന്നുമുണ്ട്. അപ്പം അതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം ചെയ്യാൻ. അതുപോലെ തന്നെ പള്ളിയിൽ നിസ്കരിക്കുന്ന പല പള്ളികളിലും കാണാം, പ്രായമുള്ള ആളുകളൊക്കെ വലിയ വിരിപ്പ്, വലിയ മുസല്ല വിരിക്കും. 2 പേർക്ക് നിസ്കരിക്കാൻ കഴിയുന്ന സ്ഥലം അത്രയും അവരെ മുസല്ല വിരിക്കുമ്പോൾ മറ്റുള്ള ആളുകളുടെ സ്പേസ് ഇവർ തട്ടിയെടുക്കുന്നത് പോലെയാണ്. അതൊരിക്കലും ശരിയായ നടപടിയല്ല എന്നാണ് ഫുഖഹാക്കൾ പറയുന്നത്. അവർക്ക് നിസ്കരിക്കാനുള്ള സ്ഥലമാണ്, അവിടെ സുജൂദിൻ്റെ സ്ഥലത്ത് വേണമെങ്കിൽ വിരിച്ചോട്ടെ, കർസ്റ്റീഫോ ഷാളോ ഒക്കെ വിരിച്ചോട്ടെ. അതല്ലാതെ കൂടുതൽ സ്ഥലം ഉപയോഗപ്പെടുത്തിയത് വിരിച്ച് പള്ളിയിൽ മറ്റുള്ളവരുടെ സ്പേസ് തട്ടിയെടുക്കുക എന്നുള്ളത് ചേർന്നാണ് സഫായിട്ട് നിൽക്കേണ്ടത്. അതിനിടയിൽ ഗ്യാപ്പ് വരുത്താൻ പാടില്ല. പള്ളി സഫിൻ്റെ ഇടയിൽ ഗ്യാപ്പ് വരുത്തുമ്പോൾ നമ്മുടെ ഇടയിൽ ഗ്യാപ്പ് വരുത്തുള്ളാഹു ഭിന്നിപ്പുകൾ ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. പുതിയ അറിവുമായി ഇൻഷാ അല്ലാഹ് വീണ്ടും തർബിയ മീഡിയയിലൂടെ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.